ഞാനിവിടെ മാള സ്കൂളിലെത്തിയിട്ടുണ്ട്. വിനോജ് എന്തൊക്കെയോ കണ്ടന്റുകൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഓർമ്മകൾ ഓടി കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. ഹായ്, നമസ്കാരം. അപ്പോൾ ഞാനിന്ന് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോകാനുള്ള പരിപാടിയിലാണ്. നമ്മുടെ വിനോജ് നമ്മുടെ മാള സ്കൂളിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ പരിപാടി സെറ്റ് ചെയ്യാം, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇന്ന് എടുക്കാനുള്ള വീഡിയോയ്ക്ക് കണ്ടൻറ്റ് ഐഡിയകളൊന്നുമില്ല. ഇനി അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും ഐഡിയ കിട്ടണമെങ്കിൽ അത് വീഡിയോ ആക്കും. അത് മൈക്കൊക്കെ എടുത്തിട്ടുണ്ട്, പോയി നോക്കാം. എന്തെങ്കിലും ഐഡിയ കിട്ടണമെങ്കിൽ അത് വീഡിയോ ആക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ ഇതൊരു വ്ളോഗ് പോലെ ആക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെയാണ് ഇപ്പോൾ ഈ വ്ളോഗ് എടുക്കണത്. അപ്പോൾ നമുക്ക് മാള സ്കൂളിലോട്ട് പോവാം. വിനോജ് അവിടെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ വിനോജായിട്ട് ചേർന്ന് എന്തെങ്കിലും ഒരു പരിപാടി സെറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, കുർബാന കടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വെറുതെ പതുക്കെ വിനോജിൻ്റെ അടുത്തോട്ട് പോവാം. ഞാനേ അപ്പോൾ ഇത് എന്തായാലും കണ്ടന്റൊന്നും കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ചെറിയൊരു വ്ളോഗാക്കാന്ന് വിചാരിച്ചു. ഇതാണ് എന്നെ ഇപ്പോൾ വിളിച്ച് കണ്ടന്റ് പരിപാടിയൊക്കെ റെഡിയാക്കാന്ന് പറഞ്ഞ ഞങ്ങളുടെ ചാനലിലെ പ്രശസ്ത നടൻ വിനോജ് മാള. കിട്ടിയോ? എല്ലാ ഐഡിയയും കിട്ടിയോ? കണ്ടന്റ് കിട്ടി? എന്തിനു ചിരിക്കണ നീ? ഇത് കല്യാണത്തിന് പോകാൻ വേണ്ടി വാങ്ങിച്ചതാണ്. കിട്ടിയ ഐഡിയ വല്ലതും കിട്ടിയ? അപ്പോൾ വിനോജ് നല്ലൊരു ഐഡിയ യൂട്യൂബിൽ നിന്ന് കണ്ടും തപ്പിയെടുത്തിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ഒരു കണ്ടന്റ് ഒന്ന് റെഡിയാക്കി. ഇന്ന് ചെയ്യുന്ന കണ്ടന്റ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം. ഇടയ്ക്കൊക്കെ കണ്ടന്റ് കിട്ടാത്തപ്പോൾ എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ചെയ്യുന്ന പോലെ ചെറിയ രീതിയിലുള്ളൊരു കോപ്പിയടി. അങ്ങനെ വലിയ കോപ്പിയടി എന്ന് പറയാൻ പറ്റില്ല, ചെറിയ തോന്നി. ഗായ്സ്, അങ്ങനെ നമുക്ക് കണ്ടന്റ് കിട്ടി. വിനോജിൻ്റെ ബുദ്ധിപൂർവമായ രീതിയിൽ എവിടെ നിന്നൊക്കെയോ തപ്പിയെടുത്തൊരു കണ്ടന്റ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടന്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ നമ്മുടെ ഇവിടെ നക്ഷത്ര ബേക്കറിയിലോട്ട് പോകാൻ പോയി. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ഈ കണ്ടന്റ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ വിനോജ് അതിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഷൂ ഒക്കെ മുറുക്കി ഇടുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച +2. ഇതിപ്പോൾ ഹൈസ്കൂള് പുതിയ ബിൽഡിങ് വന്നിരിക്കുന്നതാണ്. ഇത് പഴയ ബിൽഡിങ്. ഇവിടെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെയൊക്കെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ വരാറുണ്ട്. പണ്ട് ഭയങ്കര മാച്ചൊക്കെ ആയിരുന്നു ഇവിടെ ക്രിക്കറ്റ്. വിനോജ്, നിന്റെ സ്കൂളിലെ എന്തെങ്കിലും ചെറിയ ഓർമ്മകള്? പാട്ട് ഓർമ്മയുണ്ട്. ഓർമ്മകൾ ഓടി കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. ഈ മാവിന്റെ ചുവട്ടിലൊക്കെ നമ്മള് മാവില്ല ഒരുപാട് ഓടി നടന്നു, തല്ലും കെട്ടി തല്ലും കൂടി നടന്നു. ഇവിടെ നീ മറ്റേ ക്രിക്കറ്റ് കളിക്കാൻ പറ്റാറുണ്ടോ? പിന്നെ മാച്ച് എന്തോരം തോറ്റേക്കുന്നറിയാമോ? ഇതാണ് നമ്മുടെ മാള സ്കൂൾ ഗ്രൗണ്ട്. ഇതാണ് ഞങ്ങൾ പഠിച്ച +2 ഹയർ സെക്കൻഡറി സ്കൂൾ. ഞാനിപ്പോഴും എൻ്റെ വൈകുന്നേരം ചെലവഴിക്കുന്ന സ്ഥലമാണ് ഇപ്പോഴും. നടക്കലും കാര്യങ്ങളൊക്കെ. വിനോജിനെ വൈകിട്ട് കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇതിവിടെ ഏതെങ്കിലും ഒരു തിണ്ണേമിരിപ്പുണ്ടോ? കണ്ടന്റ് ചിലവരെ ഇടയ്ക്ക് പറയും, നിങ്ങൾ ഇപ്പോൾ എന്താ വീഡിയോ ഒന്നും ഇടാത്തിരുന്നു. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസത്തേക്കും വേണ്ട കണ്ടന്റുകൾ കണ്ടെത്താന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമില്ല കേട്ടോ. ഇത് ചെയ്യണവർക്ക് അത് കറക്റ്റ് മനസ്സിലാവും. ഭയങ്കര പാടുള്ള പരിപാടിയാണ്. പിന്നെ വിനോദൊക്കെ എവിടെ നിന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ തപ്പിയെടുത്തുകൊണ്ട് വരും, പൂപ്പിടിച്ചിട്ടായാലും. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും.
അപ്പം ഇന്നത്തെ വീഡിയോ കോപ്പി അടിക്കുന്ന അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് അത് എവിടെയെങ്കിലൊക്കെ കണ്ടു പരിചയമുള്ള പോലെയൊക്കെ തോന്നും. അതിൽ വലിയ കാര്യമില്ല. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞങ്ങളേ മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അടുത്തുള്ള നക്ഷത്ര ബേക്കറിയിലോട്ട് പോകുന്നത്. അവിടെ ചെന്നിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. സൗണ്ട് എത്രത്തോളം ക്ലിയറായി കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം മൈക്ക് വെച്ചിട്ടില്ല. മൈക്കൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ട് വെച്ചിട്ടാണ് പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോവാം. എൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു വ്ളോഗ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. വ്ളോഗ് വീഡിയോ വ്ളോഗ്. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു ഞങ്ങളൊരു വീഡിയോ റെഡിയാക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പോൾ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന നക്ഷത്ര ബേക്കേഴ്സിൻ്റെ എല്ലാമായ ബാലിച്ചേട്ടനെ പരിചയപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങളെ കുറിച്ച്? ശരിക്കും നിങ്ങളുടെ പ്രോഗ്രാം കാണാം. അതിലും പഴയ നിലവാരം വിട്ട് ഇപ്പം നന്നായി വരുന്നുണ്ട്. താങ്ക് യു. ഒന്നും കൂടി ഒന്ന് ശ്രമിച്ച ഉയരങ്ങളിലേക്ക് എത്താം. വിനോദ് കേട്ടോ, നീ കുറച്ചുകൂടി നന്നായി വരുന്നുണ്ട്. വിനോദൊക്കെ വളരെ പണ്ടത്തെ നിലവാരമൊന്നും അല്ല, ഇപ്പം നല്ല ഒരു. അപ്പോൾ ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനിയും ഞങ്ങള് വീഡിയോ പരിപാടികളായിട്ട് വരും. അവരെ പിടിച്ച് അഭിനയിപ്പിക്കുകയല്ലേ. അഭിനയിച്ചില്ലെങ്കിലും ഇവിടെ നിങ്ങൾക്ക് എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. അത് മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഞങ്ങൾ നക്ഷത്രയിൽ വന്നിട്ട് നമ്മുടെ കണ്ടന്റ് പരിപാടികളൊക്കെ ചെയ്ത് വിനോദിൻ്റെ ഐഡിയ ഉണ്ടത്, എൻ്റെ ഐഡിയ അല്ല, വിനോദിൻ്റെ ഐഡിയ ആണിത്. അപ്പോൾ ബാലിച്ചേട്ടൻ ഇനി എപ്പോൾ വന്നാലും നമുക്ക് എല്ലാ പരിപാടികളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉള്ളി അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചേട്ടനും കൂടി നമ്മുടെ വീഡിയോയിൽ അഭിനയിച്ചാണ്. എൻ്റെ പേരെന്ന്. അപ്പോൾ വളരെ നന്ദി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഷൂട്ട് പരിപാടികളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി ആ വീഡിയോസ് എല്ലാം ഒന്ന് എഡിറ്റ് ചെയ്യണം. ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടന്റ് ഐഡിയ കംപ്ലീറ്റ് വിനോദിൻ്റേതായിരുന്നു. ഞാൻ കോപ്പി അടി പരിപാടി എന്നൊക്കെ വെറുതെ പറഞ്ഞതാണ്. നമ്മളങ്ങനെ കോപ്പി അടിച്ചുള്ള കണ്ടന്റുകളൊന്നും അങ്ങനെ ചെയ്യാറില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന കണ്ടന്റുകൾക്ക് മറ്റ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന കണ്ടന്റുകളുമായി ചില സിമിലാരിറ്റീസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികമാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ അവരും ചിന്തിക്കുമല്ലോ. അങ്ങനെ വരുന്നൊരു പരിപാടിയാണെന്ന് ഈ അവസരത്തിൽ പറയാൻ കൂടി ആഗ്രഹിക്കുന്നു. അപ്പോൾ മറ്റ് വിശേഷങ്ങളുമായിട്ട് ഇനിയും വരാം. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം. കൂടുതൽ വ്ളോഗ് വീഡിയോകളും അതുപോലെ തന്നെ ചെറിയ ഷോർട്സ് കോമഡി കണ്ടൻറ്റുകൾ ഒക്കെ ആയിട്ട് ഇനിയും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നെടുത്ത വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യട്ടെ. ബൈ.